പലപ്പോഴും ശുശ്രൂഷയ്ക്കിടയിൽ തന്നെ, ജീവിതത്തിനിടയിൽ തന്നെ ചില സമയത്ത് എന്തോ പുറകിലേക്ക് പോകുന്നത് പോലെ ഒരു തോന്നൽ നമുക്കുണ്ടാകും. പഴയതുപോലെ ദൈവം ഉപയോഗിക്കാത്തതുപോലെ, പഴയതുപോലെ ഞാനിപ്പോൾ ബിസിയല്ല, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ, ഇങ്ങനെയൊക്കെയുള്ള രീതികൾ വരാം. അതെന്തിനെന്ന് ചോദിച്ചാൽ ആ ഒരു ടൈമിൽ ഒന്നുകൂടെ പ്രിപ്പയർ ചെയ്ത് തൊടുത്തു വിടുക. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ചില കാര്യങ്ങളൊക്കെ സാധാരണ നമ്മുടെ അമ്മച്ചിമാരൊക്കെ ഉണ്ട്, എല്ലാം അടുക്കി പെറുക്കി ഒന്ന് വെച്ചേ, എല്ലാം ഒന്ന് ഭംഗിയായിട്ട് വെച്ചേ, അപ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷം തോന്നും എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട്. പണ്ടത്തെ അമ്മച്ചിമാരൊക്കെ പറഞ്ഞു തന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ ഈ കാലഘട്ടത്തിൽ അത് അത്ര റെലവൻ്റ് ആയിട്ട് ഒരിക്കലും തോന്നില്ലായിരിക്കും. രാത്രി ഉറങ്ങുന്നതിന് മുമ്പൊക്കെ കിച്ചണൊക്കെ ഭയങ്കരമായിട്ട് ക്ലീൻ ചെയ്തിട്ടൊക്കെ കിടന്നുറങ്ങുകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ വരുമ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കുറച്ചും കൂടെ ഒരു ഉന്മേഷം ഉണ്ടാകുന്നു പറയും. ചെറുപ്പക്കാരായ കുട്ടികളോടൊക്കെ പറയുകയാണെങ്കിൽ തലേ ദിവസം തന്നെ നിങ്ങൾ പഠിക്കേണ്ടതൊക്കെ പഠിച്ച് ഹോംവർക്കൊക്കെ ചെയ്ത് തീർത്തിട്ട് നിങ്ങൾ കിടന്നുറങ്ങുകയാണ്. പിറ്റേ ദിവസം രാവിലെ കോളേജിൽ പോകുമ്പോൾ, സ്കൂളിൽ പോകുമ്പോൾ ഒക്കെ കുറച്ചും കൂടെ ഒരു ഉന്മേഷമൊക്കെ നമുക്ക് തോന്നും. കാരണം നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടീസ് എല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു വലിയ സമാധാനം നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടാകും. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ദൈവികമായ വിഷയങ്ങളിൽ നമ്മൾ പലപ്പോഴും നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാണ്ട്, ദൈവികമായ വിഷയങ്ങൾ, ഭൗതികമായിട്ടുള്ള വിഷയങ്ങൾ, കുടുംബത്തിൻ്റെ കാര്യങ്ങൾ, നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെ പല ഒത്തിരി കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷേ ഇതിനകത്തൊക്കെ നമ്മൾ ദൈവത്തിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം, അല്ലെങ്കിൽ ദൈവികമായ വിഷയങ്ങളിൽ ദൈവവുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് നാം ചെയ്യേണ്ട കാര്യങ്ങൾ, ഇതൊന്ന് ആദ്യമേ തന്നെ ചെയ്തു വെച്ച് തീർത്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യവും ചെയ്യാനായിട്ട് നമുക്കൊരു ഭയങ്കര സമാധാനം ഉണ്ടാവും. ഇത് ജീവിതത്തിൽ അനുഭവമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു തംസപ്പോ അല്ലെങ്കിൽ ഒരു ആമേനോ ഒക്കെ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിലേക്ക് ഇപ്പോൾ ഇടാനായിട്ട് സാധിക്കും. എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളൊരു എൻ്റെ വർഷങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയുന്നത്, ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ മുൻപാകെ ദൈവത്തിൻ്റെ മുൻപിൽ സമയം ചെലവഴിച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങൾക്ക് പിന്നീട് സമയം ചെലവഴിക്കാനായിട്ട് പോകുമ്പോൾ എനിക്ക് പലപ്പോഴും 1 മണിക്കൂർ കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്യാനും ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്തു തരുന്നത് കാണാനൊക്കെ എനിക്ക് സാധ്യമാക്കി തീർത്തിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സാധ്യമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ സ്പോൺസർ നമുക്ക് ഒരു വെൽവിഷറാണ്, ഒരു കീ സ്പോൺസർ കൂടിയാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ. കർത്താവെ, ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ തടസ്സമാകുന്ന എല്ലാ കാര്യങ്ങളും നീങ്ങി നല്ല ഒരു മുന്നേറ്റം, അനുഗ്രഹവും കർത്താവെ മക്കൾക്ക് ലഭിക്കേണ്ടതിനായിട്ട്, തെറ്റായ ചിന്തകളും പെരുമാറ്റങ്ങളും എല്ലാം മാറുവാനായിട്ട് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. കർത്താവെ, അങ്ങ് പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. അമേൻ, അമേൻ. നാളെ നമ്മുടെ പ്രത്യേകിച്ച് വർക്കലയിലേക്ക് ഞങ്ങൾ എത്തിച്ചേരുകയാണ്. വർക്കലയിലെ വർഷ കൺവെൻഷൻ സെൻറ്ററിൽ, വർക്കല ആ മൈതാനത്തിൽ നടക്കുന്ന മീറ്റിങ്ങിലേക്ക് രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ നടക്കുന്ന മീറ്റിങ്ങിൽ 2 വലിയ മീറ്റിംഗ് നടക്കുകയാണ്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ, അതേസമയം തന്നെ യൂത്ത് റിവൈവൽ ടൂറും കൂടെ ചേർന്ന് നടത്തുന്ന ആ മീറ്റിങ്ങിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ആ മീറ്റിങ്ങിൽ രോഗികളായിട്ടുള്ള ആളുകൾ, പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന ആളുകൾ, ഏതെങ്കിലുമൊക്കെ പ്രയാസത്തിലൂടെ നിങ്ങൾ വല്ലാതെ മനസ്സ് ഭാരപ്പെട്ടു പോകുന്ന ആളുകളുണ്ടെങ്കിൽ ആ മീറ്റിങ്ങിലേക്ക് കടന്നു വരണം. പാസ്റ്റർ ഡാമിനും ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടായിരിക്കും. പാസ്റ്റർ ഡാമിന് അനുഗ്രഹിക്കപ്പെട്ടൊരു സന്ദേശം അവിടെ പങ്കുവയ്ക്കാനായിട്ട് പോകുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേയുടെ യൗവന വിഭാഗമായിട്ടുള്ള യൂത്ത് അൺലിമിറ്റഡിൻ്റെ മ്യൂസിക് ബാൻഡ് കൂടെ അന്ന് ജോയിൻ ചെയ്യുകയാണ്. യൂത്ത് റിവൈവൽ ടൂർ കൂടെ അന്ന് നടക്കുകയാണ്. പാസ്റ്റർ നെഹമായുടെ നേതൃത്വത്തിലുള്ള ടീം നിങ്ങളെ ശുശ്രൂഷിക്കാനുണ്ട്. അതുകൊണ്ട് എല്ലാ യൗവനക്കാരും ആ മീറ്റിങ്ങിലേക്ക് വരിക. അപ്പോൾ തന്നെ മറ്റന്നാൾ ഞായറാഴ്ച രാവിലെ 10 മണിക്ക് സ്പെഷ്യലായിട്ട് കോഴിക്കോടിലേക്ക് ഞാൻ വരികയാണ്. സ്പെഷ്യൽ മീറ്റിംഗ് അവിടെ നടക്കുകയാണ്. ആ ആരാധനയിൽ അതിശക്തമായ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നടക്കാൻ പോകുന്ന ഏത് വിധത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും കർത്താവിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും എന്ന വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കാൽ ചുവടുകൾ എടുത്തു വെച്ച് അവിടേക്ക് വരിക. നിങ്ങളൊരു ചുവട് എടുത്തു വെക്കുമ്പോൾ 1000 ചുവട് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി എടുത്തു വെച്ച് നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യും എന്ന വിശ്വാസത്തോടെ കടന്നു വരിക. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കിടക്കാം. വെൽക്കം ബാക്ക്. ഇന്ന് ഓഗസ്റ്റ് 7 വെള്ളിയാഴ്ച. ഇന്നത്തെ ഫോക്കസ് വേർഡ് ഡിസിപ്ലിൻ. നമ്മളതിൻ്റെ സാധാരണ അതിൻ്റെ ടെക്നിക്കൽ വേർഡ് അച്ചടക്കം എന്നാണ്. അച്ചടക്കം എന്ന് പറയുമ്പോൾ എനിക്ക് ചെറുപ്പത്തിലൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ടീച്ചേഴ്സ് വന്നിങ്ങനെ കുട്ടികൾ അച്ചടക്കമുള്ളവരായിരിക്കും. പക്ഷേ ഒന്നും അച്ചടക്കം എന്ന് പറഞ്ഞാൽ അച്ചപ്പൊക്കെ നമുക്കറിയാം, പക്ഷേ അച്ചടക്കം എന്താണെന്നുള്ളത് ഒരു പിടുത്തവും കിട്ടില്ലായിരുന്നു. ആ വേർഡ് മനസ്സിലാകുന്നില്ലായിരുന്നു. ഡിസിപ്ലിൻ ഒരു തരത്തിൽ അതിനെ ഇങ്ങനെ പറയാം, ശിക്ഷണം. ശിക്ഷയല്ല, ശിക്ഷ എന്ന് പറയുന്നത് പണിഷ്മെൻ്റാണ്. ഇത് ശിക്ഷണം. അങ്ങനെ ഒരു വേർഡ് കൂടെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഏതായാലും ഇത് കാണുന്ന എല്ലാവരും ഇപ്പോൾ തന്നെ യൂട്യൂബിൽ ഒക്കെ കാണുന്നവർ, ഫേസ്ബുക്കിൽ കാണുന്നവരൊക്കെ കമൻറ്റ് സെക്ഷനിൽ ദയവായി ഈ സമയത്ത് ഡിസിപ്ലിൻ,
ശിക്ഷണം. ചിലർക്ക് ഇനി അച്ചടക്കം കുഴപ്പമില്ലെങ്കിൽ അച്ചടക്കം, അതൊന്ന് ടൈപ്പ് ചെയ്തിടുക. ദഹനക്കേട് ഉണ്ടാകുന്നൊരു വിഷയമാണ് എനിക്കറിയാം. പിള്ളേരോട് അച്ചടക്കമുള്ളവരായിരിക്കണം, ഡിസിപ്ലിൻ വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എന്തോ ഒരു അലർജി പോലെയാണ്, വൊമിറ്റ് ചെയ്യാൻ തോന്നുന്ന പോലെയൊക്കെ തോന്നും. പക്ഷേ ഇത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒന്നാണെന്നുള്ളത് നമുക്കിന്ന് മനസ്സിലാക്കാം. ഇന്നത്തെ ഫോക്കസ് വേഴ്സ് ഹീബ്രൂസ് 12:11. No discipline seems pleasant at the time but painful. Later on, however, it produces a harvest of righteousness and peace. എൻ്റെ മലയാളത്തിൽ ഏത് ശിക്ഷയും, ട്രാൻസ്ലേഷൻ തെറ്റാണ്, ഏത് ശിക്ഷണവും, അങ്ങനെ കറക്റ്റ് ചെയ്യണം, ഏത് ശിക്ഷണവും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമത്രേ, അല്ലെങ്കിൽ വേദനാജനകമത്രേ. പിന്നത്തേതിലോ അതിനാൽ ശിക്ഷണം, രണ്ടാമത് പറയുന്നത് കറക്റ്റാണ്, ശിക്ഷണം ലഭിച്ചവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. അതാണ് എബ്രായർ 12:11. ഡെക്ലറേഷൻ നോക്കുക. ഐ എംബ്രേസ് ഡിസിപ്ലിൻ ആസ് മൈ ട്രെയിനിങ് ഫോർ എക്സലൻസ്. ശ്രേഷ്ഠതയിലേക്കുള്ള പരിശീലനം ആയി ശിക്ഷണത്തെ ഞാൻ ആലിംഗനം ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ പുണരുന്നു. ഇറ്റ് പ്രൊഡ്യൂസസ് സ്ട്രെങ്ത് ആൻഡ് പീസ് ഇൻ മീ. അഥവാ ശിക്ഷണം എന്നിൽ ശക്തിയും സമാധാനവും കൊണ്ടുവരുന്നു. ബൈബിൾ റീഡിംഗ് പ്ലാൻ ഡയറിയിലുണ്ട്, നോക്കി വായിക്കണേ. ഡിസിപ്ലിനെക്കുറിച്ച് 4 കാര്യങ്ങൾ പറയുന്നു, കുറിച്ച് വെക്കുക. നമ്പർ 1, ഡിസിപ്ലിൻ ഈസ് ദ ബ്രിഡ്ജ് ബിറ്റ്വീൻ കോളിംഗ് ആൻഡ് ഫുൾഫിൽമെൻറ്റ്. ഡിസിപ്ലിൻ ഈസ് ദ ബ്രിഡ്ജ് ബിറ്റ്വീൻ കോളിംഗ് ആൻഡ് ഫുൾഫിൽമെൻറ്റ്. വിളിയുടെയും നിറവേറലിൻ്റെയും ഇടയ്ക്കുള്ള പാലമാണ് ശിക്ഷണം. ഒരാൾക്കൊരു ദൈവവിളി ഉണ്ടായി, ഒരാൾക്കൊരു കോളിംഗ് ഉണ്ട് ലൈഫിൽ, അതും അതിൻ്റെ ഫുൾഫിൽമെൻറ്റും അത് നിറവേറുന്ന അവസ്ഥയും തമ്മിലുള്ളൊരു പാലം പണിതാൽ അതിൻ്റെ പേരാണ് ശിക്ഷണം അല്ലെങ്കിൽ അച്ചടക്കം. എവറി ഗോഡ് ഗിവൺ കോളിംഗ് റിക്വയർസ് ഗോഡ് ഷേപ്ഡ് ഡിസിപ്ലിൻ. ദൈവത്താലുള്ള എല്ലാ വിളിയും അഥവാ എല്ലാ ദൈവവിളിയും അതിനാവശ്യമുള്ള ഒന്നാണ് ഗോഡ് ഷേപ്ഡ് ഡിസിപ്ലിൻ, ദൈവമായി രൂപപ്പെടുത്തപ്പെട്ട അച്ചടക്കമുറ അല്ലെങ്കിൽ ശിക്ഷണ രീതി. ട്രെയിനിങ് എന്നുകൂടി പറഞ്ഞാലും കുഴപ്പമില്ല, അത് പക്ഷേ ഒരു കറക്റ്റീവ് മെഷർ കൂടി അതിൽ വരുന്നുണ്ട്. ടാലൻറ്റ് മേ ഓപ്പൺ എ ഡോർ. ഒരാൾക്കൊരു കഴിവുണ്ടെന്നിരിക്കട്ടെ, പാടാനോ പ്രസംഗിക്കാനോ വരക്കാനോ എഴുതാനോ ലിംഗ്വിസ്റ്റിക് സ്കിൽസോ എന്തെങ്കിലുമൊക്കെ ഒരു കഴിവ് ഒരാൾക്കുണ്ടെന്നിരിക്കട്ടെ, അതിനാൽ വാതിലുകൾ തുറക്കപ്പെടും. അനോയിൻറ്റിങ് മേ ബിഗിൻ എ മിനിസ്ട്രി. ഇനി ഒരാൾക്ക് അഭിഷേകം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ശുശ്രൂഷ ആരംഭിക്കാൻ കഴിയും. ബട്ട് ഡിസിപ്ലിൻ ഡിറ്റർമിൻസ് വെദർ വി ഫിനിഷ് വെൽ ഓർ നോട്ട്. എന്നാൽ അച്ചടക്കമാണ് നമ്മൾ നല്ല രീതിയിൽ അതിനെ പൂർത്തിയാക്കുമോ, ഈ ഓട്ടം ഓടി തികയ്ക്കുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. പല രാജ്യങ്ങളിലും ദൈവിക ശുശ്രൂഷയിലുള്ളവരെക്കുറിച്ചുള്ളൊരു പഠനം നടത്തിയിട്ട് ഒരു മാസത്തിൽ തന്നെ ആയിരക്കണക്കിന് ശുശ്രൂഷകർ ശുശ്രൂഷ വിട്ട് പോകുന്നതായി ഒരു കണക്കെടുപ്പുണ്ട്, പാശ്ചാത്യ രാജ്യങ്ങൾ പ്രത്യേകിച്ച്. ഇവിടെയും അങ്ങനെ ഒരു കണക്കെടുപ്പൊന്നും ഇല്ലായിരിക്കും, അതുകൊണ്ട് നമ്മൾ അറിയുന്നില്ല. ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചിട്ട് അതിൽ നിലനിൽക്കാൻ കഴിയാതെ അവസാനത്തോളം ഓടി തികയ്ക്കാൻ കഴിയാതെ പിന്മാറുന്ന ഒത്തിരി പേരുണ്ട്. Paul did not merely preach to others. He disciplined himself lest he become disqualified. പൗലോസിൻ്റെ ഒരു പ്രത്യേകത, മറ്റുള്ളവരോട് പ്രസംഗിക്കാൻ വിളിക്കപ്പെട്ടവർ പ്രസംഗിക്കണം. പക്ഷേ പൗലോസ് ചെയ്തത് മറ്റുള്ളവരോട് പ്രസംഗിക്കുക മാത്രമല്ല, മറ്റുള്ളവരോട് പ്രസംഗിച്ചിട്ട് താൻ തന്നെ കൊള്ളരുതാത്തവനായി അല്ലെങ്കിൽ ഗുണമേന്മയില്ലാത്തവനായി ഡിസ്ക്വാളിഫൈഡായി ഒക്കെ പോകാതിരിക്കാൻ തന്നെത്താൻ ഡിസിപ്ലിൻ ചെയ്യുന്നൊരു സ്വഭാവം തനിക്കുണ്ടായിരുന്നു. 2 രീതിയിലാണ് ഡിസിപ്ലിൻ നടക്കുന്നത്. 1, എനിക്ക് എന്നെ തന്നെ ഡിസിപ്ലിൻ ചെയ്യാം. 2, മറ്റൊരാൾക്ക് എന്നെ ഡിസിപ്ലിൻ ചെയ്യാം. ഇത് രണ്ടും നടക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. 1 കൊരിന്ത്യർ 9:27 എനിക്കിഷ്ടമുള്ളൊരു ഭാഗമാണ്. അവിടെയാണ് പൗലോസ് പറയുന്നത്, ഐ ഡിസിപ്ലിൻ മൈ ബോഡി ആൻഡ് കീപ്പ് ഇറ്റ് അണ്ടർ കൺട്രോൾ. എൻ്റെ ശരീരത്തെ ഞാൻ ദണ്ണിപ്പിച്ചടിമയാക്കുന്നു എന്നാണ് ട്രാൻസ്ലേഷൻ കിടക്കുന്നത്. ഐ പൊമൽ മൈ ബോഡി ആൻഡ് കീപ്പ് ഇറ്റ് അണ്ടർ കൺട്രോൾ.
എൻ്റെ ശരീരത്തെ ഞാൻ വേറെ സ്ഥലത്ത് പറയുന്നത് ബഫറ്റ് മൈ ബോഡി, എൻ്റെ ശരീരത്തെ ഞാൻ ഇടിച്ച് റെഡിയാക്കി ദൈവികമായ ഒരു സിസ്റ്റത്തിൻ്റെ കീഴിൽ ഞാൻ നിയന്ത്രിച്ച് നിർത്തുന്നു. Proverbs 12 verse number 1. Whoever loves discipline loves knowledge. ആരൊക്കെ ശിക്ഷണത്തെ സ്നേഹിക്കുന്നുവോ അവർ പരിജ്ഞാനത്തെ സ്നേഹിക്കുന്നു. അഥവാ നന്നായി ശിക്ഷണം ഇഷ്ടപ്പെടുന്നവർ, ശിക്ഷണം സ്വീകരിക്കുന്നവർ തീർച്ചയായിട്ടും അവർക്ക് പരിജ്ഞാനത്തെ ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ അവർ ജ്ഞാനികളായി പരിജ്ഞാനമുള്ളവരായി അവർ മാറും. 2 Timothy chapter 2 verse number 15. Do your best to present yourself to God as one approved. നിന്നാൽ കഴിയുന്നിടത്തോളം ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽക്കുവാൻ പരിശ്രമിക്കുക. അപ്പോൾ അവിടെ തന്നെത്താനൊരു ഡിസിപ്ലിൻ ചെയ്യുന്നൊരു രീതി കാണുന്നില്ലേ? ഡ്രീംസ് വിത്തൗട്ട് ഡിസിപ്ലിൻ റിമെയിൻസ് ഡ്രീംസ്. ഒരാൾക്ക് ഭയങ്കര സ്വപ്നങ്ങളാണ്, പക്ഷെ താൻ ട്രെയിൻ ചെയ്യുന്നില്ല, ഡിസിപ്ലിൻഡ് ആകുന്നില്ല, മറ്റൊരാൾ മെൻറ്റർ ചെയ്യുന്നില്ല, ഡിസിപ്ലിൻ ചെയ്യുന്നില്ല. ആ സ്വപ്നമായി തന്നെ അവശേഷിക്കും. അയാളുടെ ശവസംസ്കാരം നടക്കുന്ന സമയത്ത് ആ സ്വപ്നങ്ങളും കൂടി പെട്ടിയിലാക്കി നമ്മൾ സംസ്കരിക്കും. നമുക്കറിയാവുന്നൊരു യാഥാർത്ഥ്യം ഇതാണ്. ഒരു അസ്ത്രം തൊടുത്തു വിടുന്നതിന് മുമ്പ് അത് കൊണ്ടുപോയി ഒരു ബൗ അല്ലെങ്കിൽ ഒരു വില്ലിന്മേൽ കൊണ്ടുപോയി വയ്ക്കും. എന്നിട്ട് മുന്നോട്ടല്ല അത് വിടുന്നത്, പുറകിലേക്ക് മാക്സിമം വലിക്കും. എന്നിട്ടാണ് അതിനെ തൊടുത്തു വിടുന്നത്. ശരിയാണോ? ഇതുപോലെ പലപ്പോഴും നമ്മുടെ ലൈഫിൽ പലതിൽ നിന്നും നമ്മളെ പിടിച്ചു നിർത്തി നമ്മളെ പരിശീലിപ്പിച്ച് റെഡിയായി കഴിയുമ്പോഴാണ് നമ്മളെ ടാർഗറ്റിലേക്ക് ദൈവമായാലും എടുത്തുപയോഗിച്ച് തൊടുത്തു വിടുന്നത്. God often uses discipline to prepare us for greater distance. പലപ്പോഴും ശുശ്രൂഷയ്ക്കിടയിൽ തന്നെ, ജീവിതത്തിനിടയിൽ തന്നെ ചില സമയത്ത് എന്തോ പുറകിലേക്ക് പോകുന്നത് പോലെ ഒരു തോന്നൽ നമുക്കുണ്ടാവും. പഴയതുപോലെ ദൈവം ഉപയോഗിക്കാത്തതുപോലെ, പഴയതുപോലെ ഞാനിപ്പോൾ ബിസിയല്ല, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ, ഇങ്ങനെയൊക്കെയുള്ള രീതികൾ വരാം. അതെന്തിനെന്ന് ചോദിച്ചാൽ ആ ഒരു ടൈമിൽ ഒന്നുകൂടെ പ്രിപ്പയർ ചെയ്ത് തൊടുത്തു വിടുകയാണ്. ഉദാഹരണത്തിന് പൗലോസിൻ്റെ ജീവിതത്തിൽ ആദ്യം തനിക്ക് ദമസ്കോസിലേക്കുള്ള വഴിയിൽ വെച്ച് എൻകൗണ്ടർ ഉണ്ടായി. താൻ അന്ധനായിപ്പോയി. അവിടെ നിന്ന് തന്നെ കൊണ്ടുപോയി അനന്യാസിൻ്റെ അടുക്കൽ കൊണ്ടുപോകുന്നു, സ്നാനപ്പെടുത്തുന്നു, പ്രാർത്ഥിക്കുമ്പോൾ ചെതുമ്പലൊക്കെ താഴെ പോകുന്നു. അതിനുശേഷം ഇയാൾ കുറേ നാളോടെ സാക്ഷിയൊക്കെ പറഞ്ഞ് നടക്കുന്നതായിട്ട് കാണുന്നു. പിന്നെ ഒരു 10-13 വർഷം ആളെ കാണുന്നില്ല. മൊത്തത്തിൽ 10-14 വർഷം ആളില്ല. പിന്നെ അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നത് എവിടെയാണ്? അപ്പോസ്തലപ്രവൃത്തികൾ 13-ാം അധ്യായത്തിലാണ്. അതിനിടയിൽ എന്ത് സംഭവിച്ചു? അതിനെക്കുറിച്ചൊക്കെ ഒത്തിരി തിയറികളൊക്കെ ഉണ്ട്. എന്തുമായിക്കോട്ടെ, വാസ്തവത്തിൽ ദൈവം എന്ത് ചെയ്യുമായിരുന്നു? ഈ സമയത്താണ് ദൈവം അദ്ദേഹത്തെ ഡിസിപ്ലിൻ ചെയ്ത് ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ച് ഒത്തിരി റെവലേഷൻ തൻ്റെ അകത്തുണ്ടായി. പിന്നീട് പുസ്തകങ്ങൾ എഴുതാനും, അത് ലേഖനങ്ങൾ എഴുതാനും, വേൾഡ് വൈഡ് അന്നത്തെ ലോകത്തിലെല്ലാം സഞ്ചരിച്ച് ചർച്ച പ്ലാൻ ചെയ്യാനും, ശുശ്രൂഷകരെ എഴുന്നേൽപ്പിക്കാനും, ഒത്തിരി കോടതികളുടെ മുമ്പിൽ വിചാരണയിൽ നിൽക്കാനും, അവസാനം രക്തസാക്ഷിയാകാനും ഒക്കെയുള്ള പ്രിപ്പറേഷൻ നടന്നത് ആ പീരീഡിലാണ്. അതിങ്ങനെ ബാക്കിലേക്ക് വലിച്ചതുപോലെയാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ ഈ സമയത്ത് പഴയതുപോലെ ഒന്നും ദൈവം എന്നെ ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ എന്തൊക്കെയോ പോലെ എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ബ്രാക്കറ്റ് പീരിയഡ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഓർക്കണം, ഒന്ന് വലിച്ചു പിടിച്ചേക്ക്. ആ ടെൻഷൻ എന്താണത്? ഒരു ഡിസിപ്ലിനിലൂടെ കൊണ്ടുപോയി അടുത്ത ടാർഗറ്റിലേക്ക് വിടുവാൻ വേണ്ടിയുള്ള ഒരു ഘട്ടമായി കണക്കാക്കിയാൽ മതി. നമ്പർ 2, ഡിസിപ്ലിൻ ചൂസസ് ലോങ് ടേം റിവാർഡ് ഓവർ ഇമ്മീഡിയറ്റ് കംഫർട്ട്. പെട്ടെന്നുള്ള ആശ്വാസത്തേക്കാൾ, പെട്ടെന്ന് നമ്മൾക്ക് ലഭിക്കുന്ന സുഖ സൗകര്യങ്ങളെക്കാൾ, ആശ്വാസത്തേക്കാൾ ദീർഘമായി നിലനിൽക്കുന്ന ഒരു പ്രതിഫലം തിരഞ്ഞെടുക്കുന്നതാണ് ശിക്ഷണം. എബ്രായ ലേഖനത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യമാണ് ഏത് ശിക്ഷണവും തൽക്കാലം ആശ്വാസകരമല്ല, ദുഃഖകരമത്രേ. ഇറ്റ് ഈസ് പെയിൻഫുൾ. അതിലൂടെ പോകുന്ന സമയത്ത് ഇറ്റ്സ് വാല്യൂ ലൈസ് നോട്ട് ഇൻ ദ പ്രസൻറ്റ് മൊമെൻറ്റ് ബട്ട് ഇൻ ദ ഫ്യൂച്ചർ ഹാർവെസ്റ്റ്. ഒരു ശിക്ഷണത്തിൻ്റെ മൂല്യം കിടക്കുന്നത് ഇപ്പോഴല്ല, ഈ കാലത്തിലല്ല, പകരം വരാനിരിക്കുന്നൊരു വലിയ ഹാർവെസ്റ്റ്,
പ്രതിഫലം, കൊയ്ത്ത്, ഒരു ക്രോപ്പ്, അതിന് വേണ്ടിയിട്ടാണ്, ഒരു ഫ്രൂട്ട്. ഉദാഹരണം ബൈബിളിൽ നിന്ന് പറയുവാണെങ്കിൽ ദ കേസ് ഓഫ് ഏശാവ്, യാക്കോബിൻ്റെ ഇരട്ട സഹോദരൻ, തൻ്റെ കാര്യത്തിൽ ഈശാവ് ട്രേഡഡ് എ ലൈഫ് ടൈം ഇൻഹെറിറ്റൻസ് ഫോർ വൺ മീൽ. ഒരു നേരത്തെ ഊണിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് തൻ്റെ ജീവിതകാലം മുഴുവൻ, തൻ്റെ ആയുസ് മുഴുവൻ നിലനിൽക്കേണ്ട വലിയൊരു അവകാശത്തെ താൻ കളഞ്ഞു കുളിച്ചു. നേരെ തിരിച്ച് മോസസിനെ എടുക്കുക. മോസസ് റിജക്റ്റഡ് ദ ടെമ്പററി പ്ലഷേഴ്സ് ഓഫ് ഈജിപ്റ്റ് ഫോർ ഗോഡ്സ് ഇറ്റേണൽ പർപ്പസ്. ദൈവത്തിൻ്റെ നിത്യമായ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി ഈ മിസ്രയീമിലെ അഥവാ ഈജിപ്തിലെ താൽക്കാലിക സുഖസൗകര്യങ്ങൾ താൻ അങ്ങ് ഉപേക്ഷിച്ചു. തനിക്കത് വേണ്ട. ഫറവോൻ്റെ മകൻ്റെ പുത്രൻ അഥവാ അടുത്തൊരു ഫറവോനാകാനുള്ള കാൻഡിഡേറ്റ് എന്ന രീതിയിലുള്ളത് പോലും താൻ ഉപേക്ഷിച്ചിട്ട് സാധാരണ അടിമവേലക്കാരായി കിടക്കുന്ന ദൈവമക്കളോടൊപ്പം കഷ്ടം സഹിക്കാൻ താൻ അങ്ങ് സമർപ്പിച്ചു. തൻ്റെ മുമ്പിൽ കിടന്നിരുന്ന സ്കോപ്പ് എന്തായിരുന്നു? അത് കളഞ്ഞിട്ടാണ് ദൈവമക്കളോടൊപ്പം കഷ്ടം സഹിക്കുവാൻ താൻ തയ്യാറായത്. എബ്രായ ലേഖനം 11:24 മുതൽ 26 വരെ വായിക്കുമ്പോൾ, മോസസ് ചോസ് ടു ബി മിസ്ട്രീറ്റഡ് വിത്ത് ഗോഡ്സ് പീപ്പിൾ. ദൈവജനത്തോടൊപ്പം മിസ്ട്രീറ്റഡ് ആകാൻ, കഷ്ടം സഹിക്കാൻ, ഉപദ്രവം, വിമർശനങ്ങൾ, വലിയ പീഡനങ്ങൾ, ഇതൊക്കെ സഹിക്കാൻ മോശെ തയ്യാറായി. പ്രോവബ്സ് 21:5, സദൃശവാക്യങ്ങൾ 21:5, ദ പ്ലാൻസ് ഓഫ് ദ ഡിലിജൻറ്റ് ലീഡ് ടു പ്രോഫിറ്റ്. വളരെ സശ്രദ്ധം കഠിനാധ്വാനം ചെയ്യുന്ന ഒരാളുടെ ആസൂത്രണങ്ങൾ, പദ്ധതികൾ വലിയ ലാഭത്തിലേക്ക് കൊണ്ടുപോകുന്നു. അഥവാ തന്നെത്താൻ ശിക്ഷണം നടത്തി ഒരു സെൽഫ് കൺട്രോളോടുകൂടെ ജീവിക്കുന്ന ഒരാൾക്ക് വലിയ ലാഭമുണ്ടാകും. എന്നാൽ കിട്ടുന്നതെല്ലാം തല്ലി തകർക്കുന്ന, സ്ക്വാണ്ടർ ചെയ്യുന്ന, ലാവിഷായി ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ദാരിദ്ര്യമായിരിക്കും വാതിൽക്കൽ വന്നു മുട്ടാൻ പോകുന്നത്. ഗലാത്യലേഖനം 6-ാം 8 മുതൽ 9 വരെ വായിക്കുമ്പോൾ, ഹൂ എവർ സോസ് ടു പ്ലീസ് ദ സ്പിരിറ്റ് വിൽ റീപ്പ് ഇറ്റേണൽ ലൈഫ്. ആത്മാവിന് ഇഷ്ടമുള്ളത് വിതയ്ക്കുമ്പോൾ, ആത്മാവിന് പ്രസാദകരമായത് വിതയ്ക്കുന്ന ഒരാൾ, ജഡത്തിലല്ല ആത്മാവിൽ വിതയ്ക്കുന്നവൻ, വിൽ റീപ്പ് ഇറ്റേണൽ ലൈഫ്. നിത്യജീവനെയാണ് കൊയ്യാൻ പോകുന്നത്. അതാ പറഞ്ഞത്, ഒരു ലോങ് ടേം റിവാർഡാണ് ഇപ്പോൾ ശിക്ഷണത്തിന് വിധേയരാകാൻ തയ്യാറാകുന്നവർക്ക് ലഭിക്കുന്നത്. ദ ഡിസിപ്ലിൻഡ് പേഴ്സൺ സാക്രിഫൈസസ് വാട്ട് ഈസ് ഗുഡ് നൗ ഫോർ വാട്ട് ഈസ് ബെസ്റ്റ് ലേറ്റർ. The disciplined person sacrifices what is good now for what is best later. ഇപ്പോൾ വളരെ നല്ലതെന്ന് തോന്നുന്ന പലതും ഉപേക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ശിക്ഷണത്തിലൂടെ പോകുന്നൊരു വ്യക്തി. എന്നാൽ ലഭിക്കാൻ പോകുന്നത് എന്താണ്? പിന്നീട് വളരെ നല്ല ഒന്ന്, ഉത്തമമായത് അവർക്ക് വേണ്ടി ഭാവിയിൽ കാത്തിരിക്കുകയാണ്. നമ്പർ 3, ഡിസിപ്ലിൻ പ്രൊഡ്യൂസസ് ഫ്രീഡം, നോട്ട് റെസ്ട്രിക്ഷൻ. ശിക്ഷണം ഉളവാക്കുന്നത് സ്വാതന്ത്ര്യമാണ്, നിയന്ത്രണമല്ല. വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ശിക്ഷണം ഉളവാക്കുന്നത് പാരതന്ത്ര്യമല്ല, സ്വാതന്ത്ര്യമാണ്. ദ വേൾഡ് ഓഫ്റ്റൻ വ്യൂസ് ഡിസിപ്ലിൻ ആസ് ലിമിറ്റേഷൻ. പലപ്പോഴും ഈ ശിക്ഷണ നടപടികളിലൂടെ പോകുന്ന ആ കാര്യത്തെ പലപ്പോഴും ലോകം നോക്കിക്കാണുന്നത് വല്ലാത്ത രീതിയിലുള്ള പരിമിതികളിൽ പെട്ടുപോകുന്നത് പോലെ, പാരതന്ത്ര്യത്തിൽ പെട്ടുപോകുന്നത് പോലെയാണ്. തിരുവഴുത്തിൽ നമ്മൾ കാണുന്നതനുസരിച്ച് ഇപ്പോൾ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്ത് ഒക്കെ സമയമൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കുകയും എല്ലാവരും ജീവിക്കുന്ന പോലെ ജീവിക്കാതിരിക്കുകയും ചെയ്താൽ, തൽക്കാലം ഒരു സ്വാതന്ത്ര്യക്കുറവ് പോലെ തോന്നിയാലും അൾട്ടിമേറ്റ്ലി അതാണ് നമുക്ക് വലിയ ലിബറേഷൻ, സ്വാതന്ത്ര്യം നൽകുന്നത്. ദ പേഴ്സൺ ഹു കനോട്ട് കൺട്രോൾ ഡിസയേഴ്സ് ഈവൻച്വലി ബിക്കംസ് കൺട്രോൾഡ് ബൈ ദം. സ്വന്തം മോഹങ്ങളെയും പലവിധ ആഗ്രഹങ്ങളെയും ഒന്നും നിയന്ത്രിക്കാൻ കഴിയാതെ, ആത്മനിയന്ത്രണം ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം സംഭവിക്കാൻ പോകുന്ന ഭാവിയിൽ അതേ ആഗ്രഹങ്ങൾ അയാളെ നിയന്ത്രിക്കാൻ തുടങ്ങും. എന്ന് വെച്ചാൽ അഡിക്ഷൻസിലേക്ക് പോകും. തനിക്ക് തന്നെ ഒരു സേ ഇല്ലാതെ, തനിക്കൊന്നിനും നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് പിടിവിട്ടു പോകാൻ സാധ്യതയുണ്ട്. ട്രൂ ഫ്രീഡം ഈസ് ദ എബിലിറ്റി ടു ഒബേ ഗോഡ് വിതൗട്ട് ബീങ് മാസ്റ്റേഡ് ബൈ
സിൻഫുൾ ആപ്പിറ്റൈറ്റ്സ്. യഥാർത്ഥമായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ദൈവത്തെ പാപത്തിൻ്റെ വിശപ്പിന് അടിമയാകാതെ അനുസരിക്കുവാനുള്ള കഴിവാണ്. ഒന്നുകൂടി പറയാം, പാപത്തിൻ്റെ വിശപ്പിന് അടിമയാകാതെ, പാപങ്ങൾക്ക് അടിമയാകാതെ ദൈവത്തിന് വേണ്ടി ദൈവത്തെ അനുസരിക്കാൻ തന്നെത്താൻ അവൈലബിൾ ആകാനുള്ള ഒരു കഴിവാണ് സ്വാതന്ത്ര്യം. അതല്ലാതെ ദൈവത്തെയും നോക്കാതെ മനുഷ്യരെയും നോക്കാതെ എനിക്കിഷ്ടമുള്ളതെല്ലാം താന്തോന്നിയായി ചെയ്തുകൊണ്ട് ജീവിക്കുന്ന പരിപാടിയല്ല സ്വാതന്ത്ര്യം. ഒത്തിരി പേർക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെന്നുള്ളതാണ് സത്യം. തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 11-12 പറയുന്നത്, ഗ്രേസ് ടീച്ചസ് us ടു സേ നോ ടു അൺഗോഡ്ലിനെസ്. അഭക്തിയോട്, പാപത്തിൻ്റെ മാർഗങ്ങളോട്, ഈ ലോകത്തിൻ്റെ അഴുക്കിനോട് ഇല്ല, ഞാനില്ല എന്ന് പറയാം, ഞാൻ ആ വഴിക്കില്ല എന്ന് പറയാനാണ് കൃപ നമ്മെ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ കൃപ നമുക്ക് പ്രാപ്തി നൽകുന്നത്. സദൃശവാക്യങ്ങൾ 25-28 എ പേഴ്സൺ വിത്തൗട്ട് സെൽഫ് കൺട്രോൾ ഈസ് എ സിറ്റി വിതൗട്ട് വാൾസ്. ആത്മനിയന്ത്രണമില്ലാത്തൊരു മനുഷ്യൻ ഒരു മതിലില്ലാതെ തുറന്നു കിടക്കുന്നൊരു നഗരം പോലെയാണ്. ആ പട്ടണത്തെ അല്ലെങ്കിൽ ആ നഗരത്തെ ആർക്ക് വേണമെങ്കിലും വന്ന് ആക്രമിക്കാം, കാരണം ചുറ്റുമതിലില്ല. അതാണ് സെൽഫ് കൺട്രോൾ ഇല്ലാത്തൊരു മനുഷ്യൻ്റെ അവസ്ഥ. എന്ന് വെച്ചാൽ ആ മനസ്സിലേക്ക് എല്ലാവിധ ആക്രമണങ്ങൾക്കും വന്നു ചേരാൻ കഴിയും. ഗലാത്യ ലേഖനം 5:21 പറയുന്നത് നോക്കൂ, എഗെയിൻസ്റ്റ് സെൽഫ് കൺട്രോൾ ദർ ഈസ് നോ ലോ. ആത്മാവിൻ്റെ 9 ഫലം പറഞ്ഞ ശേഷം പറയുകയാണ്, ഈ അതിൽ പറഞ്ഞിരിക്കുന്ന ആത്മനിയന്ത്രണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണമില്ല. എന്ന് വെച്ചാൽ അതാണ് തികഞ്ഞ ന്യായപ്രമാണം, അതാണ് വലിയ സ്വാതന്ത്ര്യം നമുക്ക് നൽകുന്നത്. ഡിസിപ്ലിൻ ഡസ് നോട്ട് റെഡ്യൂസ് ലൈഫ്. നമ്മുടെ ജീവിതത്തെ ചുരുക്കിക്കളയുന്നതല്ല, ഒന്നിനും സ്വാതന്ത്ര്യമില്ലാതാക്കി കളയുന്നതല്ല വാസ്തവത്തിൽ ശിക്ഷണം. ഇറ്റ് എൻലാർജസ് ഇറ്റ്. ശിക്ഷണത്തിലൂടെ പോകുന്ന ഒരാൾക്ക് അതിനുശേഷം ഭയങ്കരമായ ജീവിതത്തിൽ വികാസവും വിപുലീകരണവുമാണ് ഉണ്ടാകുന്നത്. നമ്പർ 4, ഡിസിപ്ലിൻ പ്രൊഡ്യൂസസ് എ ഹാർവെസ്റ്റ് ദാറ്റ് ലാസ്റ്റ്. ശിക്ഷണം നിലനിൽക്കുന്ന കൊയ്ത്തിനെ ഉളവാക്കുന്നു. എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിച്ച ആ ഭാഗത്ത് കാണുന്നത്, ഹീബ്രൂസ് പ്രോമിസസ് എ ഹാർവെസ്റ്റ് ഓഫ് റൈച്ചസ്നെസ് ആൻഡ് പീസ്. നീതിയുടെയും സമാധാനത്തിൻ്റെ ഒരു വിളവെടുപ്പാണ് ഡിസിപ്ലിനിലൂടെ കിട്ടുമെന്ന് എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. ഗോഡ് നെവർ വേസ്റ്റ് ഡിസിപ്ലിൻഡ് സീസൺസ്. ദൈവം ഒരിക്കലും ഈ ഡിസിപ്ലിനിലൂടെ പോകുന്ന കാലഘട്ടങ്ങളെ ഒരിക്കലും ദൈവം വേസ്റ്റാക്കില്ല. നമ്മൾ വിചാരിക്കും, എന്തിനാ ഇത്രേ ഇതിലൊക്കെ വേണ്ടിയിട്ട് സമയം കളയുന്നത്? അത് സമയം കളയുന്നതല്ല, സമയം ലാഭിക്കുന്നതാണ്. Every act of obedience, every hidden sacrifice, every constant habit is shaping a future that honors Christ. നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുക, നാം ദൈവസന്നിധിയിൽ ഓരോ പ്രാവശ്യം അനുസരിക്കുമ്പോഴും, ഓരോ പ്രാവശ്യം പലതും ത്യാഗ മനോഭാവത്തോടെ ചെയ്യുമ്പോഴും, ഓരോ നല്ല ഹാബിറ്റുകൾ ഡെവലപ്പ് ചെയ്യുമ്പോഴും ഓർക്കണം, അത് ആത്യന്തികമായി ദൈവനാമ മഹത്വത്തിനായിരിക്കും. സങ്കീർത്തനങ്ങൾ 126:5-6 വചനങ്ങൾ വായിക്കുമ്പോൾ, ദോസ് ഹു സോ വിത്ത് ടിയേഴ്സ് വിൽ റീപ്പ് വിത്ത് സോങ്സ് ഓഫ് ജോയ്. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ പറഞ്ഞ് ആർപ്പോടെ കൊയ്യും. യാക്കോബിൻ്റെ ലേഖനം 3:18 പീസ് മേക്കേഴ്സ് ഹു സോ ഇൻ പീസ് റീപ്പ് എ ഹാർവെസ്റ്റ് ഓഫ് റൈച്ചസ്നെസ്. അവിടെ വീണ്ടും പറയുന്നുണ്ട്, സമാധാനം ഉണ്ടാക്കുന്നവർ, സമാധാന പ്രേമികൾ സമാധാനത്തിൽ വിതച്ച് നീതിയുടെ വിളവ് കൊയ്യും. 2 തെസ്സലോനിക്കർ 3:13 നെവർ ടയർ ഓഫ് ഡൂയിങ് വാട്ട് ഈസ് ഗുഡ്. നന്മ ചെയ്യുന്നതിൽ ഒരിക്കലും മടുത്തുപോകല്ലേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദ ഹാർവസ്റ്റ് ഓൾവേസ് അറൈവ്സ് ആഫ്റ്റർ ദ ട്രെയിനിങ്. പരിശീലനത്തിലൂടെ പോയി കഴിയുമ്പോഴാണ് ഈ കൊയ്ത്ത് വരുന്നത്. ഞാൻ ഈ ഡിസിപ്ലിൻ എന്ന വിഷയത്തെക്കുറിച്ച് 4 കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു. അതിൻ്റെ രൂപരേഖയൊക്കെ ഏകദേശം കിട്ടിക്കാണും. എങ്ങനെയാണ് കർത്താവ് നമ്മെ ഡിസിപ്ലിൻ ചെയ്യുന്നത്? ഇത് കേൾക്കുമ്പോൾ ചിലർക്കൊക്കെ തോന്നും, ആരെങ്കിലുമൊക്കെ എന്നെ ഒന്ന് ഇതുപോലെ ശിക്ഷണം നൽകി ഒന്ന് വളർത്തിയെടുത്തിരുന്നെങ്കിൽ. ആഗ്രഹിച്ചിട്ടുണ്ടോ? എളുപ്പവഴി പറയാം. കർത്താവ് പല കോണ്ടെക്സ്റ്റിലും പല പ്ലാറ്റ്ഫോമിലുമാണ് ഇത് ചെയ്യുന്നത്.
ഇപ്പം എന്നെ അതുപോലെ കൊണ്ടു നടന്ന് പഠിപ്പിച്ചൊക്കെ ട്രെയിൻ ചെയ്യാനൊന്നും എൻ്റെ ലൈഫിൽ ആരും ഉണ്ടായിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പേരൊക്കെ എൻ്റെ ലൈഫിലേക്ക് സംസാരിക്കുക, കറക്റ്റ് ചെയ്യുക, അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ക്ലോസ്ലി വാച്ച് ചെയ്ത് ഡാമീൻ അങ്ങനെയല്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് എപ്പോഴും കൂടെ നടക്കാനൊന്നും ആരും എനിക്ക് ഉണ്ടായിട്ടില്ല. എന്നാൽ ദൈവകൃപയാൽ ഞാൻ കേൾക്കുന്ന വചനങ്ങൾ, വായിക്കുന്ന വചനങ്ങൾ, ഇതല്ല കൂടാതെ പരിശുദ്ധാത്മാവൊക്കെ എന്നെ ഒത്തിരി കറക്റ്റ് ചെയ്ത് ശാസിച്ച് വഴി നടത്തുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ ബ്ലെസ്സിങ് ടുഡേയിലാണെങ്കിൽ ഓരോ ബ്ലെസ്സിങ് സെൻറ്ററുകൾക്കും ശുശ്രൂഷകരുണ്ട്. അതിൻ്റെ താഴേക്ക് സോണൽ മിനിസ്റ്റേഴ്സും സബ് സോണൽ മിനിസ്റ്റേഴ്സും ഒക്കെ ആയിട്ട് പലരുമുണ്ട്. ബ്ലെസ്സിങ് ഗ്രൂപ്പ് മിനിസ്റ്റേഴ്സൊക്കെ ഉണ്ട്. ഇതിലൊക്കെ ഇതിലെല്ലാം അവരിലൂടെയെല്ലാം പലതും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അവൈലബിൾ ആകുമ്പോഴാണ് അത് പലർക്കും അത് ഒരാൾ കറക്റ്റ് ചെയ്യുമ്പോൾ അത് ഏറ്റെടുക്കാൻ സാധിക്കുമോ? ഇതൊക്കെ നമ്മൾ ചിന്തിക്കുക, അതിനുവേണ്ടി സമർപ്പിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കൈനീട്ട കർത്താവേ, ഡിസിപ്ലിനെക്കുറിച്ച് ഇന്ന് കേട്ടതെല്ലാം ഹൃദയത്തിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കുവാൻ അങ്ങ് സഹായിക്കണമേ. അങ്ങയുടെ നാമത്തിൽ ഓരോരുത്തരെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. രോഗികൾക്കായി ഇന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മൂക്കിനകത്ത് പ്രയാസം അനുഭവിക്കുന്നു വെച്ചാൽ ഈ എന്തെങ്കിലും മാംസ വളർച്ചയോ അതുപോലെ ശ്വാസം കഴിക്കാൻ ബുദ്ധിമുട്ടൊക്കെയുള്ളവർ, മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്ന അവസ്ഥകൾ, ഇങ്ങനെയുള്ളതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. ഈ ഈസ്നോഫീലിയ പോലെയുള്ളത്, ആ പ്രയാസങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ഇൻ ജീസസ് നെയിം. അതുപോലെ തന്നെ ESR കൗണ്ട് കൂടുതലായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ ഇപ്പോൾ ഉണ്ടാകട്ടെ, ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. താങ്ക് യു ലോർഡ്. ഗൈനക്കോളജിക്കലായിട്ടുള്ള പ്രയാസങ്ങൾ ചില സഹോദരിമാരിൽ ഇന്നൊരു സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. രോഗശക്തികൾ അഥവാ രോഗാത്മാക്കളാൽ പ്രയാസപ്പെടുന്നവർ, നിങ്ങൾക്ക് തന്നെ അറിയാം ഇത് സാധാരണ ഒരു രോഗമല്ല, എന്തും ഇതിൻ്റെ പുറകിലുണ്ട്, മരുന്ന് കഴിച്ചിട്ടും ഫലമില്ല. അങ്ങനെയുള്ള അവസ്ഥകൾ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കണം, യേശുവിൻ്റെ നാമത്തിൽ ആ രോഗാത്മാക്കളോട് ഞാൻ കൽപ്പിക്കുന്നു, ഇവരെ വിട്ട് പോകുക. ആ ശരീരങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സ്വതന്ത്രമാകട്ടെ. കർത്താവേ, രണ്ട് കൈ നീട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ നിങ്ങളെല്ലാ വിഷയങ്ങളും കർത്താവിനോട് ഈ സമയത്ത് പറയാൻ ഞാൻ നിങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു ജീസസ്. എല്ലാവർക്കുമായി പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതൽ കർത്താവ് ഓരോരുത്തർക്കും കൊടുക്കണമേ. താങ്ക് യു ലോർഡ്. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇതിൻ്റെ ലിങ്കുകൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു. ബൈ.